ഇന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ഓരോ വെള്ളിയാഴ്ചയും റൂമിൽ ഉണ്ടാക്കി പൂർണ്ണമായ ടേസ്റ്റിലേക്ക് എത്തിയ നല്ല ബീഫ് ദം ബിരിയാണി. വളരെ സിമ്പിളായിട്ട് ആർക്കുണ്ടാക്കാവുന്ന ബിരിയാണിയാണ്. മസാലയൊക്കെ വളരെ കുറവ് മതി. ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളിയാണ്. ആദ്യം ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോയി. 1 കിലോ ബീഫാണ് വാങ്ങിയത്. പാകിസ്ഥാൻ്റെ ആയിരുന്നു. സംഭവം നല്ല ഫ്രഷാണ്. നാട്ടിലെ പോലെയല്ല, ഇവിടെ ഫ്രഷ് സാധനങ്ങൾക്ക് ഡബിൾ പൈസ കൊടുക്കണം. അത് സ്വാഭാവികം. പിന്നെ കൈമ റൈസിൻ്റെ 1 കിലോൻ്റെ അരിയാണ് വാങ്ങിയത്. പിന്നെ മസാല ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് എല്ലാം വാങ്ങി നേരെ റൂമിലോട്ട് പോയി. ഇനി ബീഫ് മസാല ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനായി 2 ഫുള്ള് വെളുത്തുള്ളി, പിന്നെ ഒരു 8 പച്ചമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇവ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ. ഇനി കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്ത മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. കുക്കറിൽ വേവിക്കുമ്പോൾ ഇങ്ങനെ മസാല ചേർത്ത് കൊടുത്ത് വേവിക്കണം. അപ്പോൾ ബീഫിന് നല്ല ഫ്ലേവർ ഉണ്ടാകും. പിന്നെ കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലടിച്ചാൽ വെന്ത് കിട്ടും. ബാക്കി ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വേവിക്കാം. ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ പച്ച മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളി 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ തൈരും ഒരു ഫുള്ള് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. ബീഫ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേവിച്ച് വെച്ച ബീഫ് പോട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 80% കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി മസാലയുടെ ഒപ്പം വേവിച്ചെടുക്കാം. ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ നമ്മൾ സെപ്പറേറ്റ് കളറൊന്നും ചേർക്കുന്നില്ല. നല്ല മൈൽഡ് ഫ്ലേവർ ആയിരിക്കും മസാലക്ക്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുത്താൽ നമ്മുടെ മസാല റെഡിയായി. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കഴുകി വെച്ച റൈസ് അതിലോട്ടിട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. റൈസ് വേവിക്കുമ്പോൾ കുഴഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതായത് ഏകദേശം 3/4 കിലോ അരി. എന്നിട്ട് കറുകല, പിന്നെ പട്ട, ഗ്രാമ്പു, മസാല ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് റൈസ് വെന്ത് കിട്ടും. ലേശം കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ടൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ റൈസ് വേവണ വരെ. ഇനി ബിരിയാണി ദം ചെയ്യാനായിട്ട് വേവിച്ച് വെച്ച റൈസ് ബീഫ് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ മക്കളെ സ്മെല്ല് വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്മെല്ല്. ഒരു വട്ടം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് റൈസിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ബാക്കി റൈസ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്മെല്ലിന് വേണ്ടി കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ നെയ്യാണ്. ഇനി നല്ലപോലെ മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്താൽ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ദം ചെയ്തു. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് വിളമ്പി കഴിച്ച് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. ഒരുപാട് മസാലക്കൂട്ടുകളൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. അതേപോലെ എസൻസോ കളറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എരിവിനായിട്ട് കുറച്ച് കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റ് നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുണ്ടാക്കും. തീരെ മസാലക്കൊത്തൊന്നുമില്ലാത്ത നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ബിരിയാണിയാണ്. ഓരോ അരിമണിയിലും എന്താ പറയുക, നല്ല ഫ്ലേവറാണ്. നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഈ ബീഫിന് പകരം ചിക്കനായാലും മട്ടണൊക്കെ ആയാലും സെയിം റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല സ്മെല്ല് വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് കച്ചമ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ അച്ചാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് കഴിച്ച് നോക്കാം. ആ ബീഫിൽ നിന്നൊരു പീസ് എടുത്തിട്ട് കുറച്ച് കച്ചമ്പറും അച്ചാറും ഒക്കെ കൂടി കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സംഭവം നല്ല അടിപൊളി ബിരിയാണിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.